ഹായ്! അങ്ങനെ മറ്റൊരു വ്യാഴം, വെള്ളി ദിവസം വന്നെത്തിയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നവംബർ മാസം 21. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വാർ ആക്ഷൻ വിഭാഗം സിനിമയാണ്. സിസു റോഡ് ടു റിവെഞ്ച് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഒന്നും കിട്ടിയിരുന്നില്ലെങ്കിലും OTT റിലീസ്, അതായത് ഡീറ്റെയിൽ റിലീസ് ചെയ്ത സമയത്ത് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഈ സിനിമയ്ക്ക്. ഒരു കിഡ്ലൻ ആക്ഷൻ മൂവി ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് 70ഓളം തിയേറ്ററിൽ, കേരളത്തിൽ 70ഓളം തിയേറ്ററുകൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടും കിഡിലായിരുന്നു. കണ്ടവരുണ്ടാവും, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ റിലീസ് കൂടി ഇന്ന് തിയേറ്ററിലുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് പാർട്ടിന് റിലീസ് കൂടി ഇന്ന് തിയേറ്ററിലുണ്ട്. അടുത്തൊരു ഫാൻറ്റസി മ്യൂസിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വിക്ഡ് ഫോർ ഗുഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇന്ന് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. പിന്നെ ദ അമേസിംഗ് സ്പൈഡർമാൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും റിലീസ് ഉണ്ട്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഒരു അഡൽട്ട് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മസ്തി 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിവേക് ഒബ്രോയ്, റിതേഷ് ദേശ്മുഖ്, ഹർഷാദ് വാസി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഇന്ന് തിയേറ്റർ റിലീസ് ഉണ്ട്. ഹിന്ദി ഭാഷയിലാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ആക്ഷൻ ഹിസ്റ്റോറിക്കൽ വാർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 120 ബഹാദൂർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫർഹാൻ അക്തറും റാഷി കന്യക്കും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ നവംബർ മാസം 21, അതായത് ഇന്നാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത് ഒരു തമിഴ് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തീയവർ കുലൈ നടുങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അർജുൻ സർജ, ഐശ്വര്യ രാജേഷ് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. 2 മണിക്കൂറും 7 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുള്ളത്. അടുത്തൊരു ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്നൊരു തമിഴ് മൂവിയാണ്. മിഡിൽ ക്ലാസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മുനിഷ്കാന്ത്, വിജയലക്ഷ്മി, അഗതി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. 2 മണിക്കൂർ 4 മിനിറ്റാണ് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അടുത്ത കെവിനും ആൻഡ്രിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാസ്ക് എന്ന് പറഞ്ഞൊരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആൻഡ്രി തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയും ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് 2 മണിക്കൂർ 7 മിനിറ്റുമാണ്. നമ്മുടെ വിജയും സൂര്യയും ഒരുമിച്ചിരുന്ന ഫ്രണ്ട്സ് പറഞ്ഞ തമിഴ് സിനിമ റിലീസ് ഉണ്ട്. നമ്മുടെ ജയറാമും മുകേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം മലയാള സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഫ്രണ്ട്സ് പറഞ്ഞ ഈ ഒരു തമിഴ് സിനിമ. ഇന്ന് ഈ സിനിമയെ റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു മലയാളം റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ്. 2 മണിക്കൂറാണ് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് ആവണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൂരജ് സൺ, ആലിയ, ദേവൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയും ഇന്നാണ് തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ള. 1 മണിക്കൂർ 49 മിനിറ്റാണ് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അടുത്തത് ഒരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് എക്കോ എന്ന് പറഞ്ഞ സിനിമ. കിഷ്കിന്ദകാണ്ഡം ടീമിൻ്റെ സിനിമയാണ്. സന്ദീപ്, പ്രദീപ്, നരേൻ, വിനീത് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഇന്നാണ് തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. 2 മണിക്കൂറും 7 മിനിറ്റാണ് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ. പൃഥ്വിരാജ്, സുരാജ്, പ്രിയമത കൃഷ്ണൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഇന്ന് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുകയാണ്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ 2 മണിക്കൂർ 56 മിനിറ്റുമാണ്. എന്താണെന്ന് കണ്ടറിയാം നമുക്ക്. എന്തായാലും എക്കോ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് തിയേറ്ററിൽ പോയി കാണൂ. രാവിലെ 11 മണിക്കാണ് ഷോ ഉള്ളത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഉച്ചയ്ക്ക് ശേഷം വിലായത്ത് ബുദ്ധയും കാണും. കണ്ടിട്ട് നിങ്ങൾ വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.